ദ ജേർണലിസ്റ്റിലേക്ക് വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അത്ര ചെറുതൊന്നുമല്ല. കാരണം ഒരുപാട് വെല്ലുവിളികളെയും ചവിട്ടിത്താഴ്ത്തൽ ശ്രമങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നീ കാണുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി സതീശൻ എത്തിയത്. കേരളത്തിൽ യു ഡി എഫിന് 102 സീറ്റിൽ മിന്നുന്ന ജയമുണ്ടായിട്ടും വി ഡി സതീശന്റെ പേര് പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് 10 ദിവസം വേണ്ടി വന്നു. ഈ 10 ദിവസത്തെ വൈകൽ അല്ലെങ്കിൽ ആ 10 ദിവസത്തെ ആശയക്കുഴപ്പം കേരളത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ എതിരാളികൾക്ക്, പ്രത്യേകിച്ച് സംഘപരിവാറിന് ഒരു വലിയ ക്യാമ്പയിൻ നടത്താനുള്ള ഊർജമാണ് നൽകിയത്. ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ വി ഡി സതീശൻ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ വി ഡി സതീശൻ്റെ പേര് പ്രഖ്യാപിച്ച് ജനഹിതം അതുപോലെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. തുടക്കം മുതലേ വി ഡി സതീശനെ ഒരു മതത്തിനോട് ചേർത്ത് കെട്ടി വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കേരളത്തിൽ ഇസ്ലാമിക ഭരണം വരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കേരളത്തിൽ ബോധപൂർവമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വി ഡി സതീശൻ്റെ ഭരണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിരന്തരമായ നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ, തെളിവുകൾ പ്രേക്ഷകരെ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പറയാൻ പോകുന്ന വിഷയം ലാഘവത്തോടു കൂടിയുള്ളൊരു വിഷയമല്ല, അതീവ ഗൗരവതരമായി. അതായത് കേരളം വരും ദിവസങ്ങളിൽ കത്തിക്കാൻ നടക്കുന്ന ഒരു ഗൂഢ നീക്കത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നോക്കുക, ജനം ടി വി എന്ന് പറയുന്ന സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമ സ്ഥാപനം അവർ നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട്, കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകിയിരിക്കുന്ന ഒരു വീഡിയോയുടെ തലക്കെട്ട് സതീശൻ്റെ ഹലാൽ മന്ത്രിസഭ എന്നുള്ളതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല. ലീഗിന് 5 മന്ത്രിമാരുണ്ട്, 23 മുസ്ലിം ലീഗ് MLA-മാർ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹലാലാണ്, ഇസ്ലാമികവൽക്കരണമാണ്, ശരീഅത്താണ് എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി പടച്ചുവിടുന്ന ഓരോ സാധനങ്ങളാണ്. ഇനി മറ്റൊന്ന്, ABC മലയാളം എന്ന് പറയുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൻ്റെ ഒരു സഹോദര സ്ഥാപനമെന്ന് ഞാൻ കരുതുന്ന മീഡിയ മലയാളം എന്ന ചാനലിൽ വന്നിട്ടുണ്ട്. ഈ പോക്ക് പോയാൽ സത്യപ്രതിജ്ഞ നടക്കില്ല, സതീശന് പണി വരുന്നു, ലീഗിന് കേരളം വിറ്റ് സതീശൻ. ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയായ സതീശൻ മുസ്ലിം ലീഗിന് കേരളത്തെ വിൽക്കുന്നു. ആ വിൽക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണത്തിന് വഴിപ്പെടുന്നതാണ് എന്ന വ്യംഗ്യാർത്ഥം, ഡയറക്റ്റ് അർത്ഥമല്ല, ഒരു വ്യംഗ്യാർത്ഥം ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയുകയാണ്. ഇനി രാജീവ് ചന്ദ്രശേഖർ എന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയെ വാഴിക്കില്ല BJP എന്ന് പറഞ്ഞിട്ട് സതീശൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇനി മാത്യു സാമുവൽ എന്ന ദേശീയ മാധ്യമ പ്രവർത്തകൻ്റെ, പ്രഗത്ഭനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ചാനലിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത നോക്കൂ, ഒരു വീഡിയോ നോക്കുക. വി ഡി സതീശൻ്റെ വരാനിരിക്കുന്ന 5 വർഷം BJP-യെ വളർത്തുന്നത് ലീഗായിരിക്കും. ബംഗാൾ മറക്കരുത്, ലീഗ് കേരളത്തെ ബംഗാളാക്കി BJP-യെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നാണ് അതിൽ പറയുന്നത്. ഇനി ABC മലയാളം എന്ന് പറയുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം, ലീഗ് മതേതരമോ, സതീശൻ പള്ളിയിൽ പറഞ്ഞാൽ മതി, KM ഷാജി മതേതരനാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ വടയാർ സുനിലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന ചാനൽ വന്നിരിക്കുന്ന തലക്കെട്ട് നോക്കൂ. കുഞ്ഞാലിക്കുട്ടി തേച്ചു, ചെന്നിത്തല 3G, കുഞ്ഞാലിക്കുട്ടി വെട്ടി, ചെന്നിത്തല 3ാമത് എന്നാണ് പറയുന്നത്. ഇനി വൈറ്റ് സ്വാൻ TV എന്ന് പറയുന്ന ചാനൽ വന്നിരിക്കുന്നു, നോക്കൂ. UDF-ൽ നുഴഞ്ഞു കയറിയ മുസ്ലിം തീവ്രവാദികൾ, ഷാഫിയെ പൊളിച്ചടുക്കി സതീശൻ എന്നാണ് പറയുന്നത്. ഈ ബഹുമാനായ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ചാനലിൽ നൽകിയിരിക്കുന്ന ഒരു വീഡിയോ തലക്കെട്ട്, യൂത്ത് ലീഗും മൂത്ത് ലീഗും അറിയാൻ ഇവിടെ കുട്ടിച്ചോറാക്കരുത് എന്നാണ് പറയുന്നത്. മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗിനോട്, നിങ്ങൾ ഇവിടെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുകയാണ്, സമ്മതിക്കില്ല എന്നാണ് ജയശങ്കർ പറയുന്നത്. ഇനി ഇന്ത്യ ലൈവിൽ വീണ്ടും വന്നിരിക്കുന്നു, മുസ്ലിം മുന്നറിയിപ്പ്, പപ്പവും പിങ്കിയും ലോകസഭ കാണില്ല, മുസ്ലിം ഭീഷണി, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പണി കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. നോക്കുക, കേരളത്തിൽ ഭരിക്കുന്നത് UDF ആണ്, ഇപ്പോൾ ഭരണം ലഭിച്ചിരിക്കുന്നത് UDF-നാണ്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് ഈ പറയുന്ന UDF-ൻ്റെ ചുരുക്കപ്പേര്, ഐക്യജനാധിപത്യ മുന്നണി. ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും മുറുക്കെ പിടിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് അത് എന്ന് അത് അവരുടെ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ മുന്നണിയിൽ ആരൊക്കെയാണ് ഇപ്പോഴുള്ളത്? അതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസ് തന്നെയാണ്, 63 സീറ്റുകളാണുള്ളത്. പിന്നെ മുസ്ലിം ലീഗാണ്, 23 സീറ്റാണുള്ളത്. പിന്നെ RSP ഉണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചെറിയ RMP ഉണ്ട്, അതുപോലെയുള്ള ചെറിയ പാർട്ടികളുമുണ്ട്. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കേരള കോൺഗ്രസും അതുപോലെ തന്നെ RSPയും ഒക്കെ വി ഡി സതീശന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഈ പറയുന്ന K മുരളീധരൻ അടക്കമുള്ള, VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ പരിണതപ്രജ്ഞരായ നേതാക്കൾ, AK ആന്റണി അടക്കം ജനഹിതം മാനിക്കണം, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹൈക്കമാൻഡ് ഏറ്റവും ഒടുവിൽ
കെ.സി. വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് വി.ഡി. സതീശനിലേക്ക് ഭരണം ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കുന്നത്. അത് കൃത്യമായ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കേരളത്തിൽ നടന്ന ക്യാമ്പയിനുകളുടെ അടിസ്ഥാനത്തിൽ, ചില PR വർക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മനം മാറ്റമാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന നെറേറ്റീവ് എന്താണ്? ഞാൻ ഈ വീഡിയോകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചതിന് കാരണം ഇത് ഗൂഢമായ ഒരു അജണ്ട കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനാണ്. കാരണം ഇത് ചെറിയ സംഭവമല്ല, ചെറിയ കാര്യമേ അല്ല. ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയാണ് 3 MLA-മാരെ BJP യോട് ഉണ്ടാക്കിയത്. BJP ഇത്തരം പ്രചാരണങ്ങൾ ആളിക്കത്തിച്ചിട്ട് തന്നെയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ളവരൊക്കെ മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറത്തിനെതിരെയും ഒക്കെ ഹീനമായ ഭാഷയിൽ, മുസ്ലിങ്ങൾക്കെതിരെ പോലും ശക്തമായ പ്രതികരണവുമായി, രൂക്ഷമായ വൃത്തികേടുകളുമായി രംഗത്ത് വരുന്നു. അപ്പോൾ അതുപോലെ PC ജോർജിനെ പോലുള്ള ആളുകൾ, അപ്പോൾ ഇവരൊക്കെ കാലാകാലങ്ങളായിട്ട് കേരളത്തിലൊരു ഒരു വലിയ കൺസോളിഡേഷൻ, ഒരു വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFൻ്റെ ഏറ്റവും പ്രബലമായ, ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ സീറ്റുകൾ 2ാമത്തെ ഘടകകക്ഷിയാണ്. അപ്പോൾ ആ ഘടകകക്ഷിയെ സംബന്ധിച്ച് ഹൈക്കമാൻഡ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരാക്കാനാണ്, മുഖ്യമന്ത്രി ആരാക്കാനാണ് താല്പര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നയാളെ ആക്കണം എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് വേണമോ വേണ്ടയോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കും. പക്ഷെ അവരുടെ അഭിപ്രായം മാനിക്കും. കാരണം ജനാധിപത്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു മുന്നണി സംവിധാനമാണിതെന്ന് അവരുടെ പേരിൽ തന്നെയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന് കടുംപിടുത്തം പിടിക്കാനോ അല്ലെങ്കിൽ അത് ഇന്നയാൾ വേണം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്ന നിലയിലൊക്കെ ഭീഷണികൾ മുഴക്കി മുസ്ലിം ലീഗ് എന്നാണ് വരുന്നൊരു കഥ. അതായത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ അടുത്ത തവണ തോൽപ്പിക്കും മുസ്ലിം ലീഗ്, അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം വർദ്ധിപ്പിച്ച് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്നൊക്കെയാണ് ഒരു കഥ പ്രചരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസിന് ഷുവർ സീറ്റായിട്ടുള്ള, മുസ്ലിം ലീഗുകാരുടെ സഹായമില്ലാതെ കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്ത് പ്രിയങ്ക ഗാന്ധിയൊക്കെ വിജയിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം മുസ്ലിം ലീഗ് അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ വെച്ച് വിലപേശി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ലാത്ത തരത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ലീഗിന് ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി എന്ന നിലയിലുള്ള നെറേറ്റീവുകളൊക്കെ നമുക്ക് തെളിവുകളൊന്നുമില്ല, ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, UDF അധികാരത്തിൽ വരുന്ന സമയത്ത് കൃത്യമായ പദവികൾ കൊടുത്ത ചരിത്രമുണ്ട്. അതിനൊക്കെ അപ്പുറം ഇവിടെ ഇസ്ലാമിക ഭരണം വരുന്നു, ഭീകര ഭരണം വരുന്നു, തീവ്രവാദ ഭരണം വരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ഈ നെറേറ്റീവുകൾ പടച്ചു വിടുന്നതൊക്കെ സംഘപരിവാറിൻ്റെ ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇവർ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്കിൽ എന്തുകൊണ്ട് ഇതുവരെയും നടപടിയെടുത്തില്ല എന്നുള്ള കൃത്യമായൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ അവർ ഭീകരവാദ അല്ലെങ്കിൽ നിങ്ങളുടെ അണികൾ പറയുന്നത് പോലെ, നിങ്ങളുടെ IT ഹാൻഡിലുകൾ പറയുന്നത് പോലെ, നിങ്ങൾ വിലക്കെടുത്ത യൂട്യൂബർമാർ പറയുന്നത് പോലെ മുസ്ലിം ലീഗ് ഒരു ഭീകര സംഘടനയാണ്, രാജ്യവിരുദ്ധ സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്? KS രാധാകൃഷ്ണനൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, ഇസ്ലാമിക തീവ്രവാദ ഭരണം വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഞാൻ പറയാം, മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. മികച്ച നിലവാരത്തിലുള്ള റോഡുകളടക്കം എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള മണ്ഡലങ്ങളാണത്. അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന MLA-മാരാണ് മുസ്ലിം ലീഗിൻ്റേത് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ അവരുടെ MLA-മാർ ഇതുപോലെ വിജയിക്കുന്നത്. ഇപ്പം മതം നോക്കിയിട്ടാണ് മുസ്ലിം ലീഗിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മതത്തിൻ്റെ കളിയാണെന്ന് പറയുകയാണെങ്കിൽ SDPIക്ക് വോട്ട് ചെയ്താൽ പോരെ? കുറെ കൂടി തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന SDPIക്ക് വോട്ട് ചെയ്യാലോ, വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യാലോ. മറ്റ് എത്ര മുസ്ലിം സംഘടനകൾ ഇവിടെയുണ്ട്. ഇവർക്കൊക്കെ വോട്ട് ചെയ്യാതെ മുസ്ലിം ലീഗിലേക്ക് ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമല്ലെന്നേ. ജയന്തി എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവതിയെ മത്സരിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. അതേക്കുറിച്ച് എന്താ ഇവർക്കൊന്നും പറയാനില്ലാത്തത്? അപ്പോൾ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. അവരുടെ വളർച്ച അതിവേഗത്തിലാണ്. അത് കേരളത്തെ ഒരു വർഗീയ ചേരിതിരിവിന് വേണ്ടി വിഭജിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ശക്തികൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി മുസ്ലിം ലീഗിൻ്റെ തളർച്ചയും വീഴ്ചയും പതനവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള വല്ലാത്ത മനോവിഷമമുണ്ട്. അതിൽ നിന്നാണ് ഇമാതിരി ഭ്രാന്തുകളൊക്കെ പടച്ചുവിടപ്പെടുന്നത്. ഇപ്പോൾ മാത്യു സാമുവൽ സാറിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കേരളത്തെ ബംഗാളാക്കുകയാണ് ലീഗ്, മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചിട്ട് BJP ഇവിടെ എന്തൊക്കെയോ നേടും. അത് ഒരർത്ഥത്തിൽ ശരിയാകാം എന്ന് തോന്നുമെങ്കിലും ജനങ്ങൾ അത് ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനങ്ങൾ എപ്പോഴാണ് മതം സംസാരിക്കുന്നത്, വർഗീയത സംസാരിക്കുന്നത്,
അവർക്കൊരു സർക്കാരിൽ പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാകുമ്പോൾ, ഒരു സർക്കാർ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയമായി ഇടപെടുന്നു എന്ന് വരുമ്പോഴൊക്കെയാണ് അതിൽ വർഗീയത സംശയിക്കേണ്ടത്. പക്ഷേ ഇവിടെ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറി ആദ്യം തന്നെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. പാചക തൊഴിലാളികൾക്കും അംഗനവാടി ഹെൽപ്പർമാർക്കും 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഒരു ഒരു മന്ത്രി പദവി, ഒരു 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 വകുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വരുന്നു. വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള, അപകടകരമല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള അനുമതി നൽകാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് ഉത്തരവിടുന്നു. അങ്ങനെ മതവും ജാതിയും ഒന്നും പറയാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മതത്തിലധിഷ്ഠിതമല്ലാത്ത, മതനിരപേക്ഷമായ, ജനാധിപത്യത്തിലൂന്നിയ, ജനക്ഷേമത്തിലൂന്നിയ പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്നത് എന്ന് ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർഗീയത പറയാനുള്ള ഒരു സാധ്യതയും ആദ്യ മന്ത്രിസഭയിലോ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് മതം പറഞ്ഞും വർഗീയത പറഞ്ഞും ഭിന്നിപ്പുണ്ടാക്കിയും അതിൽ നിന്ന് നേട്ടമുണ്ടാക്കി ജനങ്ങളെ ഒപ്പം നിർത്തേണ്ട ഒരു ഗതികേടും വി ഡി സതീശനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കോ ആ സർക്കാരിനോ ടീം UDF ഇല്ല. അതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും മതം കുത്തിക്കയറ്റിയിട്ടുള്ള ഈ സകല ക്യാമ്പയിനുകളും 8 നിലയിൽ പൊട്ടിക്കുകയാണ് വി ഡി സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജീവ് ചന്ദ്രശേഖർ മുസ്ലിം ലീഗിൻ്റെ ഭരണം വരുന്നു എന്ന മട്ടിലൊക്കെയുള്ള പ്രചാരണം BJP-ക്കാർ നടത്തുമ്പോൾ അതേ രാജീവ് ചന്ദ്രശേഖറിനെ വി ഡി സതീശൻ ക്ഷണിച്ചു. പോകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, പോയി. അപ്പം ഞാൻ പറഞ്ഞത്, വർഗീയത പറഞ്ഞുകൊണ്ട് വി ഡി സതീശനെ മുട്ടുകുത്തിക്കാം, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാം, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ജനകീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങൾ ശ്രദ്ധ മാറ്റി വർഗീയതയിലേക്ക് അട്രാക്റ്റഡ് ആകും എന്ന നിലയിലുള്ള BJP-യുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് ആദ്യ ദിവസം തന്നെ കണ്ടത്. ഇപ്പോൾ ആർക്കും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയേണ്ട, മുസ്ലിം ഭരണത്തെക്കുറിച്ച് പറയേണ്ട, ഒന്നും പറയണ്ട. കാരണം എല്ലാ ജനങ്ങളും ഒറ്റയടിക്ക് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ മുഴുവൻ അങ്ങ് ട്വിസ്റ്റായി, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ജനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനെ മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പാവപ്പെട്ട ജനങ്ങൾക്ക് അത്താണിയാണ് ഈ സർക്കാർ എന്ന് സംസാരിക്കാൻ തുടങ്ങി. അവിടെ ആരും ജാതിയോ മതമോ വർഗീയതയോ സംസാരിക്കുന്നില്ല. അതിനുള്ള സ്പേസ് ഇല്ലെന്നേ. ജനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, വിശപ്പിനെക്കുറിച്ച്, പാർപ്പിടത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ അതിനിടയിൽ എന്ത് വർഗീയത? വിശന്നിരിക്കുന്നവൻ്റെ വായിലേക്ക് വർഗീയത പുഴുകിക്കൊടുത്താൽ വിശപ്പ് മാറില്ല എന്നൊരു തത്വമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ, ഒരു നാട് നന്നാവാൻ വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം നടക്കുമ്പോൾ അതിനിടയിലേക്ക് മുസ്ലിം ഭരണം, ഹിന്ദു ഭരണം, വർഗീയത എന്നും പറഞ്ഞ് വന്നാൽ പോടറ എന്ന് പറയും ആൾക്കാർ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. BJP-യുടെ പ്രചാരണത്തിന് പുല്ലുവില പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായി. ഇപ്പോൾ ജനം TV-യിലൊക്കെ ചർച്ച നോക്കുക, കാണാൻ ആളില്ല. യൂട്യൂബിലൊക്കെ ആ ചർച്ച പൊളിഞ്ഞ് പാളീസാവുകയാണ്. അതുമാത്രമല്ല, അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുക. ഈ ചർച്ച നടക്കുന്നവർക്കൊക്കെ അവരുടെ 10 തലമുറ കുളിച്ചാലും മാറാത്തത്രയും ചീത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്, ഈ മുസ്ലിം ലീഗിനെ ചാരി കേരളത്തിലൊരു വലിയ വർഗീയ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള സകല ശ്രമങ്ങളും തകർന്നടിയുകയാണ്. തുടക്കത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ ഞാനും സംശയിച്ചിരുന്നു, ഈ ബംഗാൾ മോഡലിൽ കേരളത്തിൽ BJP ഈ മുസ്ലിം ലീഗിനെ ചാരി വർഗീയത കത്തിക്കുമോ എന്ന്. എന്തായാലും അതിലേക്കൊന്നും പോകാൻ കഴിയില്ല. കാരണം അതിനെയൊക്കെ വെല്ലുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ, വെല്ലുന്ന വിധത്തിലല്ല, നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ഗംഭീര ഭരണം കാഴ്ചവെക്കാൻ വി ഡി സതീശനും ടീമും തയ്യാറെടുക്കുമ്പോൾ ജനങ്ങൾ അതേ സംസാരിക്കും. ജനങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. അതിൽ നിന്ന് ഫോക്കസ് മാറ്റി വർഗീയതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കങ്ങളും വിജയിക്കില്ല എന്ന് വി ഡി സതീശൻ ഭരണം ആരംഭിച്ചപ്പോൾ തന്നെ, അദ്ദേഹത്തിൻ്റെ പുതിയ സർക്കാർ അധികാരത്തിലേറി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുള്ള ആദ്യ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. വർഗീയവാദികൾക്ക് ഇവിടെ നിലനിൽപ്പില്ല, രക്ഷയില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. കർണാടക മോഡലിൽ വർഗീയത ആളിക്കത്തിക്കുന്നവരെ പിടിച്ച് അകത്തിട്ട് കഠിനമായി ശിക്ഷിക്കാനുള്ള ചില നിയമവ്യവസ്ഥകളും വഴിയെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കൂടിയാവുമ്പോൾ എല്ലാം ശുഭമായി, വർഗീയവാദികൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.